പ്രതീക്ഷിക്കാൻ നമ്മുടെ ജീവിതം പിന്നെയും ബാക്കി അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കും എന്ന പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും പലതും നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വവും അതാണ്. കോടികൾ ചെലവഴിച്ചിട്ടും സംസ്ഥാനത്തെ തെരുവ് നായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ല. കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ നായയുടെ കടിയേറ്റ് എത്ര പേർക്കാണ് പരിക്ക് പറ്റിയെന്നറിയാമോ? 3,16,000 പേർക്ക്. നായകളുടെ വന്ധ്യംകരണത്തിന് വേണ്ടി തുടങ്ങിയ കേന്ദ്രങ്ങൾ പലതും പൂട്ടി. നിലവിൽ സംസ്ഥാനത്ത് 15 ABC കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പുതിയ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് നടപടിയും സ്വീകരിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ മുടക്കി വീണ്ടും ABC കേന്ദ്രം തുടങ്ങുന്നതിന് മുമ്പ് പണ്ട് തുടങ്ങിയ ABC കേന്ദ്രങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് കാണണ്ടേ? ഇതാ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ തിരുവല്ലത്ത് സ്ഥാപിച്ച ഈ ABC കേന്ദ്രത്തിൽ ഇപ്പോൾ പട്ടികളില്ല, വന്ധ്യംകരിക്കാൻ ആളുമില്ല. ആകെയുള്ളത് കുറച്ച് തുരുമ്പിച്ച കൂടുകൾ മാത്രം. ആകെ ഈ കെട്ടിടം കൊണ്ട് ഉപയോഗമുണ്ടായത് ഹരിതകർമ്മ സേനയ്ക്ക് മാത്രമാണ്. മാലിന്യം തള്ളാൻ ഒരു സ്ഥലം. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയത് 3,16,000 പേർ എന്നാണ് നിയമസഭാ രേഖ. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ, 50,870. കുറവ് വയനാട്ടിലും 5,719. കേന്ദ്രത്തിന്റെ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടം അടുത്തിടെ പരിഷ്കരിച്ച് കർശന നിബന്ധനകൾ ഏർപ്പെടുത്തിയതോടെ തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം ബുദ്ധിമുട്ടിലായി. നായയെ വന്ധ്യംകരിച്ചാൽ 6 ദിവസം പാർപ്പിച്ച് മുറിവുകൾ ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തിയേ പുറത്തുവിടാവൂ എന്നാണ് വ്യവസ്ഥ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പേട്ടയിൽ മാത്രമാണ് ഇതിനായി നായ്ക്കളെ പാർപ്പിക്കുന്നത്, ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത്. പട്ടീനെ എല്ലായിടത്തു നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിവിടെ ഇടുകയും അത് കഴിഞ്ഞിട്ട് ഇവിടെ തുറന്നു വിടുകയും എന്നെ ഒരിക്കൽ ഓട്ടിച്ചു, അത് കഴിഞ്ഞ് രണ്ടാമതിനെ കടിച്ചു, അതിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. പട്ടികൾ ചാവുകയോ വേറെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവരിവിടെ തന്നെയാണ് കുഴിച്ചിടുന്നത്. ഭയങ്കരമായുള്ള ദയനീയമായുള്ള അവസ്ഥയാണ്. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലാണ്. ഈ ബജറ്റിലും 2 കോടിയാണ് തെരുവുനായ ആക്രമണം തടയാൻ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ഈ വന്ധ്യംകരണ പരാജയമാണ്. അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ തന്നെ വന്ധ്യംകരിക്കുന്ന മാത്രം കൊണ്ട് പരിഹാരം കാണാൻ സാധിക്കില്ല. അറവുശാലയിലെ മാലിന്യം കൊണ്ട് കളയാൻ മടിച്ച് ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അറവുശാലകളുടെ ആളുകൾ ഇത് കട്ട് ചെയ്ത് തെരുവ് നായ്ക്കൾക്ക് വലിച്ചെറിയുകയാണ്. അത് വലിച്ചെറിയുന്നത് കൊണ്ട് അത് കഴിച്ചിട്ട് ഇത് തന്നെയാണ് പെറ്റുപെരുകി യഥേഷ്ടം കുട്ടികൾ ഉണ്ടാവുകയും അത് തെരുവിൽ കിടന്ന് വളരുകയും നായ്ക്കൾ കൊണ്ട് തെരുവിൽ നടക്കാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം. പേ പിടിച്ചതോ അക്രമകാരികളായതോ ആയ നായ്ക്കളെ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥലം കണ്ടെത്തി പുനരധിവസിപ്പിക്കണം. മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസ കേന്ദ്രത്തിലെത്തി തീറ്റ നൽകാനും ഓമനിക്കാനും അവസരവും നൽകണം. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്ഷണം തേടി ജീവിക്കുന്ന നായ്ക്കളെ അവിടെ നിന്ന് അകറ്റാൻ കൃത്യമായ മാലിന്യ സംസ്കരണ പദ്ധതികളും വേണം. എങ്കിൽ മാത്രമേ തെരുവ് നായ്ക്കളെ പേടിക്കാതെ മനുഷ്യന് ജീവിക്കാനാകൂ. ഇങ്ങനെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായകളെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ കോർപ്പറേഷനിലോ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലോ അറിയിക്കാം. സമയം കിട്ടിയാൽ അവർ ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോകും, വന്ധ്യംകരിക്കും. അതിനുശേഷം എവിടെ നിന്നാണോ പിടിച്ചുകൊണ്ടുപോയത് അവിടേക്ക് തന്നെ തുറന്നുവിടും. അല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇപ്പോഴുമില്ല. അതും വലിയ തോതിൽ പ്രതിസന്ധിയാണ്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.